ഹായ് മക്കളെ, നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് +1 ഇംപ്രൂവ് ചെയ്യുന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്തുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇംപ്രൂവ്മെന്റിന്റെ ഫീസ് ചെറുതായിട്ടൊന്ന് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഒരു സബ്ജക്റ്റിന് 125 എന്നുള്ള ഫീസ് ഈ വർഷം ഒരു സബ്ജക്റ്റിന് 175 എന്ന രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ +2 ഒരു ഫീസും കൂടി അടയ്ക്കാനുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അതായത് നിങ്ങൾ ഈ വർഷം അപ്ലൈ ചെയ്യുമ്പോൾ +2 ഫീസിന്റെ കൂടെ വേണം എന്ത് ചെയ്യാൻ, ഈ ഇംപ്രൂവ്മെന്റ് ഫീസ് നിങ്ങൾ അടയ്ക്കാൻ. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് November 7 ആണ്, വിത്തൗട്ട് ഫൈൻ. വിത്ത് ഫൈനുള്ള ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എജുപോർട്ട് +1 ഇംപ്രൂവ്മെന്റിന് മാത്രമായിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റിന് മാത്രം നിങ്ങൾ ഫീസ് അടച്ചാൽ മതി. ഒരു സബ്ജക്റ്റിന് 999 രൂപയാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത്. നിങ്ങൾ +2 വിദ്യാർത്ഥിയാണ്, നിങ്ങൾ +2 എക്സാം മാത്രമേ എഴുതുന്നുള്ളൂ. അതായത് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്നില്ലെങ്കിൽ നിങ്ങൾ 270 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇനി നിങ്ങൾ ഒരു സബ്ജക്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ +2 ഫീസിന്റെ കൂടെ +1 ഇംപ്രൂവ്മെന്റ് ക്യാഷ് കൂടി കൂടിയിട്ട് 485 രൂപ അടയ്ക്കണം. 2 സബ്ജക്റ്റ് ആണ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്തെങ്കിൽ 660, 3 സബ്ജക്റ്റ് ആണ് ഇംപ്രൂവ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ 835 രൂപയും നിങ്ങൾ അടയ്ക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഫീസ് ഏതുവരെയാണ്? ഈ ഒരു ഫീസ് വിത്തൗട്ട് ഫൈൻ ഡേറ്റ് ആയ November 7 വരെ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഫൈൻ ഇങ്ങനെ കുന്നുകൂടും. അതായത് വിത്ത് ഫൈൻ നിങ്ങൾക്ക് ഒരാഴ്ച കൂടി നീട്ടി കിട്ടും. അവിടെ നിങ്ങൾക്ക് 20 രൂപ ഫൈൻ അടയ്ക്കാനുള്ളൂ. എന്നാൽ അത് കഴിഞ്ഞ് വരുന്ന November 13 കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡീഷണൽ ഫൈൻ ആണ് നിങ്ങൾക്ക് വരുന്നത്. അതായത് ഓരോ ദിവസത്തിനും 5 രൂപ വെച്ച് ഫൈൻ അടയ്ക്കേണ്ടി വരും. ഇനി അതും കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, November 25 വരെ ഒരു 600 രൂപ സൂപ്പർ ഫൈനോട് കൂടിയും ഇംപ്രൂവ്മെന്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ ഞാൻ ഇതേപോലെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഫ്രണ്ട്സിന് വേഗം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.